എല്ലാവർക്കും നമസ്കാരം. ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പവി കെയർടേക്കർ ഇതിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിനെ ഒരിക്കലും ഒരു ഓതറൈസ്ഡ് റിവ്യൂ ആയിട്ടൊന്നും കണക്കാക്കണ്ട, ഞാൻ അതിന് പറ്റിയ ആളുമല്ല. പിന്നെ സിനിമ കണ്ട സ്ഥിതിക്ക് അതിൻ്റെ അഭിപ്രായം ജസ്റ്റ് 2-3 ദിവസമായല്ലോ. ഇലക്ഷൻ എന്നാണ് സിനിമ റിലീസാകുന്നത്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല എന്ന് കരുതും. ഞാൻ ഈ സിനിമ കാണാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, ഏതാണ്ട് ഒരു 3 കാരണങ്ങളോളം വരും. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വിനീത് കുമാറാണ്, ഇതിൻ്റെ ഡയറക്ടർ. വിനീത് കുമാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അദ്ദേഹം സിനിമാ നടൻ എന്ന രീതിയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പുള്ളി ഇതിനോടകം തന്നെ 2 സിനിമ ചെയ്തു കഴിഞ്ഞു. അയാൾ ഞാനല്ലായി, അതോടൊപ്പം ഡിയർ ഫ്രണ്ട്. അതിൽ ഡിയർ ഫ്രണ്ട് എനിക്ക് അത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റിയൊരു പടമല്ല. അയാൾ ഞാനല്ല, ഇറ്റ് വാസ് ഓക്കെ, ദാറ്റ്സ് ഓൾ. ആ ഒരു ലെവൽ പടമാണ്. പക്ഷേ എന്നിട്ടും വിനീത് കുമാർ എന്ന സംവിധായകനെ കണ്ടുകൊണ്ട് ഞാൻ എന്തിന് ഈ പടത്തിന് കയറിയെന്ന് ചോദിച്ചാൽ തീർച്ചയായും അദ്ദേഹം ഒരു സ്റ്റഫുള്ള സംവിധായകനാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഡയറക്ടോറിയലായിട്ടുള്ള ഒരു ആൽബം ഉണ്ടായിരുന്നു, മഴ. എന്തോ മൊഴിയുവാനുണ്ടാകും ഈ മഴയ്ക്ക് എന്ന് പറഞ്ഞ മഴ എന്നൊരു ആൽബം ചെയ്തത് വിനീത് കുമാറാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുള്ള ഒരു സംവിധായകനാണ് എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ടിക്കറ്റ് എടുക്കുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ട്രെയിലർ തന്നെയാണ്. ആ ട്രെയിലറിൽ പഴയ ഒരു ദിലീപിനെ കൊണ്ടുവരാൻ തത്രപ്പാട് പെടുന്ന പുതിയ ദിലീപിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പുള്ളി മാർക്കറ്റിംഗ് ലെവലിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ പടം എടുത്തിരിക്കുന്നത്. കാരണം പുള്ളിക്കറിയാം പഴയ ദിലീപിനെ, ഈ പറഞ്ഞ പോലെ ബാന്ദ്ര പോലെയുള്ള ഒരു മാസ് കോമഡി, എവിടെയോ ഒരു രാമലീല ഹിറ്റായി എന്നതിലുപരി, അല്ലെങ്കിൽ കമ്മാര സംഭവം ഹിറ്റായി എന്നതിലുപരി, ഒരിക്കലും ദിലീപ് എന്ന് പറയുന്ന നടനിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒരു മാസ് റോളല്ല പ്രതീക്ഷിക്കുന്നത്. മേ ബി അദ്ദേഹത്തിൻ്റെ റൺവേ പോലുള്ള പടങ്ങളും ശ്രദ്ധ ഏറ്റെടുത്തു, പക്ഷേ അതിലെല്ലാം ഒരു കോമഡി എലമെൻ്റ് ഉണ്ട്. പക്ഷെ ദിലീപിൽ നിന്നും ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പഴയ ഈ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പ് സ്ലാപ്സ്റ്റിക് കോമഡികളാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ദിലീപ് മുന്നോട്ട് വരികയാണ് ഈ ഒരു ചിത്രത്തിലൂടെ. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഈ പറഞ്ഞ അലുകുലത്ത് പരിപാടികളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ റെപ്പറ്റീഷൻ്റെ ഒരു ചാകര ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും ട്രെയിലർ എന്നെ അത്യാവശ്യം തൃപ്തിപ്പെടുത്തി. മൂന്നാമത്തെ കാരണം ഇതിൻ്റെ പാട്ടാണ്. ആദ്യം ഇറങ്ങിയ 2 പാട്ടുകളും, അതിൽ പുറകിലാരോ വിളിച്ചു എന്നൊരു പാട്ടുണ്ട്, പിന്നെ പുലർകാലി എന്ന് പറയുന്ന ഒരു ഓണപ്പാട്ടുണ്ട്. ഈ 2 പാട്ടുകൾ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ നൈസ് മെലഡികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക്കൽ സെൻസാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇഷ്ടപ്പെടും. മാത്രമല്ല ഇതിൻ്റെയൊക്കെ വിഷ്വലൈസേഷൻ ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എന്നെ ഈ സിനിമയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പുതുമയും അവകാശപ്പെടാനില്ലാത്ത ഒരു സിനിമയാണ് പവി കെയർടേക്കർ എന്ന് പറയുന്നത്. ഒരു പുതുമയില്ല. പക്ഷേ ഈ സിനിമ ഹിറ്റാകുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു 90% ഈ പടം ഹിറ്റാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. മറ്റു പടങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ മേ ബി അടുത്ത ആഴ്ചയോടുകൂടി മലയാളി ഫ്രം ഇന്ത്യയും അതോടൊപ്പം തന്നെ ടോവിനോയുടെ നടികരും വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ മേ ബി ഇതൊന്നും താഴെ പോകും. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പടം ഉറപ്പായിട്ടും മുടക്ക് മുതൽ കംപ്ലീറ്റ് തിരിച്ചു പിടിച്ചത്. ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പുതുമകളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സിനിമയാണ്. അതിൽ കോമഡിക്ക് വേണ്ടി ചെയ്യുന്ന കോമഡികൾ, നേരത്തെ പറഞ്ഞ സ്ലാപ്സ്റ്റിക്കുകൾ, ഇതെല്ലാം പണ്ടെപ്പോഴോ ദിലീപ് ഉപയോഗിച്ച് അതിൻ്റെ അങ്ങേയറ്റം കണ്ട ഇതാണ്. ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ട്രെയിലർ കണ്ടു കാണും. പിന്നെ ഈ പറഞ്ഞ വാതിലിൽ, ജനലിൽ, കഥകിൻ്റെ ഇടയിലൊക്കെ വിരൽ കുടുങ്ങിയിട്ടുള്ള പരിപാടി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റിപ്പറ്റീഷനാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെപ്പോലെയുള്ള അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് ഈ സിനിമ ഹിറ്റാകുമെന്ന് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ കൂടെ സിനിമ കാണാൻ വന്നിരുന്ന ഫാമിലി ഓഡിയൻസ്, അതിൽ തന്നെ കൊച്ചു കുട്ടികളൊക്കെ ഈ സീനൊക്കെ ചിരിച്ചു മറിയുന്നുണ്ട്. അപ്പോൾ ഫാമിലി ഓഡിയൻസിനെ സ്വാഭാവികമായിട്ടും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും പവി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളായിരിക്കും അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. കാരണം ഫാമിലിയെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഈ 2 ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകളെ അനുസരിച്ചിരിക്കും ഈ സിനിമയുടെ ജയപരാജയങ്ങൾ. അപ്പോൾ അതിന് നമുക്ക് ഈ 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യണം. അതിലൊരു മരപ്പട്ടിയെ പിടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. നമുക്ക് കറക്റ്റ് പറക്കുംതലയെ ഓർമ്മ വരുന്ന രീതിയിലാണ് ഈ സീനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ പറക്കുംതലയെ കണ്ടിട്ടില്ലാത്ത ഇപ്പോഴത്തെ കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് ഗംഭീരമായിട്ട് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സീനാണത്. നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ആ മരപ്പട്ടി സീൻ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ദിലീപിൻ്റെ പഴയ സിനിമകൾ, അതിന് ഇപ്പോൾ ബോഡി ഗാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ തീം തന്നെയാണ് ഇതിൻ്റെ ത്രൂ ഔട്ട് പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ കണ്ടമാനം പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്.
കഥയിൽ കാണികൾക്ക് ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി 5 നായികമാരെ കൊണ്ടുവരുന്നുണ്ട്. കുറച്ചൊന്ന് ലോജിക്കൽ സെൻസിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ ട്വിസ്റ്റ് വർക്കൗട്ട് ആവാതെ വരും. അവസാനത്തെ ഒരു ചെറിയ ട്വിസ്റ്റ് സംവിധായകൻ പറയുന്നുണ്ട്. പക്ഷേ കണ്ടമാനം സിനിമകൾ കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അത്യാവശ്യം അത് വർക്കല്ലാതെ പോകുന്നുണ്ട്. കാരണം നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. എ ലോൺലി മാൻ വിത്ത് എ ലോട്ട് ഓഫ് ലോൺ എന്നൊക്കെ പറയുന്ന പോലെ പ്രാരാബ്ദങ്ങളുള്ള ഏകാന്തനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കൊരു സ്ത്രീ കടന്നു വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോഡി ഗാർഡ് ലൈൻ കഥയാണ്. അപ്പോൾ ഇതിലെ കോമഡികൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പുതുമയുള്ള കോമഡികളൊന്നും നിങ്ങൾ അധികം എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ സിനിമയുടെ താരനിരകളിലേക്ക് വരുവാണെങ്കിൽ ദിലീപ്, രാധിക, ശരത് കുമാർ, ജോണി ആൻ്റണി, പിന്നെ ധർമ്മജൻ, അങ്ങനെ കുറച്ച് പേരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പുതുമുകളാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്നെ രസിപ്പിച്ച ഒരാളാണ് ഈ നമ്മുടെ ഹൃദയം സിനിമയിലെ ഒരു വില്ലൻ ക്യാരക്ടർ ദർശനയുടെ കാമുകൻ. പുള്ളി ഇതിൽ അത്യാവശ്യം ഒരു നൈസായിട്ട് വന്ന് ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഇല്ലാതിരുന്നാൽ പുള്ളിക്ക് അത്യാവശ്യം റോളുകളൊക്കെ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന കോമഡി അത്യാവശ്യം വഴങ്ങുന്ന ഒരാളാണ്. പുള്ളിയുടെ ആ സംസാര ശൈലിയിലൊക്കെ അത്യാവശ്യം കോമഡികൾ ഉള്ള ഒരാളാണ്. അതെനിക്ക് വർക്കായത്. ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണോ എന്ന് എന്നോട് ചോദിച്ചാൽ, നിങ്ങളൊരു ഫാമിലി ഓഡിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വർത്ത് ടു വാച്ച് ആണ്. ഒരിക്കലും സിനിമ കണ്ടു കഴിയുന്ന ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടായിരുന്നു, ഇതിനു മുമ്പ് തന്ന തങ്കമണി, ബാന്ദ്ര പോലെയുള്ള അനുഭവം ഒന്നും ആയിരിക്കില്ല. വർത്ത് ടു വാച്ചാണ് ഫാമിലി ഓഡിയൻസിനെ സംബന്ധിച്ച്. നിങ്ങളിനി ആവേശം പോലെയുള്ളൊരു കിടുക്കാച്ചി ഫെസ്റ്റിവൽ മൂഡ് പടത്തിലൊക്കെ പോവുകയാണെങ്കിൽ ദയവേത് ഇത് ഒഴിവാക്കാം. ഇനി നിങ്ങൾക്ക് ട്രെയിലർ കണ്ട ശേഷം ദിലീപിൻ്റെ ഇത്തരത്തിലുള്ള സ്ലാപ്സ്റ്റിക് കോമഡികൾ, റെപ്പറ്റീഷനാണത്, അതുപോലെയുള്ള കോമഡികൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഫാമിലിയുമായിട്ട് ഈ പടം പോയി കാണാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ടീസർ കണ്ട ശേഷം മാത്രം നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും എന്ന് തോന്നുകയാണ്. ടീസറിലുള്ളത് തന്നെയാണ്, അതിൻ്റെ ഒരു എലാബറേഷനാണ് സിനിമ. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കിതിലെ പാട്ടും കാര്യങ്ങളും വിഷ്വലൈസേഷനും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിലെ 2-3 പാട്ട് ഇതിനോടൊക്കെ റിലീസായിട്ടുണ്ട്. ഈ 3 പാട്ടുകളും കണ്ടു നോക്കുക. അത് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ഇതൊരു വർത്ത് ടു വാച്ച് ഫിലിം. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഞാൻ